ഹലോ, ഗണേഷ് സാർ അല്ലേ? അപ്പുറത്ത് നിന്ന പുരുഷ ശബ്ദം കേട്ടതും ഉണ്ണി അതെ എന്ന് പറഞ്ഞു. ഇതാരാ? അവൻ തിരിച്ചു ചോദിച്ചു. നിങ്ങളൊരിക്കൽ എനിക്ക് കാർഡ് തന്നു പോയിരുന്നു. സുകുമാരനെക്കുറിച്ച് വല്ലതും അറിഞ്ഞാൽ പറയണമെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നില്ലേ? ഓർക്കുന്നുണ്ടോ? അത് കേട്ടതും ഉണ്ണി കസാരയിൽ നിന്ന് എഴുന്നേറ്റു. അതെ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും വിവരം കിട്ടിയോ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. കിട്ടിയിട്ടുണ്ട്. അവരിപ്പോൾ താമസിക്കുന്ന സ്ഥലം എവിടെയാണെന്ന് ഞാൻ അറിഞ്ഞു. ആ വിവരം നിങ്ങളോട് പറയാനാണ് ഞാൻ വിളിച്ചത്. ഓക്കെ, ശരി. ആ അഡ്രസ്സ് ഒന്ന് പറഞ്ഞു തരുമോ? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. ഈ നമ്പറിൽ വാട്സാപ്പ് ഉണ്ടോ? അയാൾ ചോദിച്ചു. ഉണ്ടെന്ന് ഉണ്ണി മറുപടി പറഞ്ഞു. എങ്കിൽ അതിലേക്ക് ഞാൻ അയച്ചു തരാം. അതും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. ഏറെ പ്രതീക്ഷയോടെ അവൻ വേഗം വാട്സാപ്പ് തുറന്നു. അപ്പോഴേക്കും അയാൾ അഡ്രസ്സ് വാട്സാപ്പിലേക്ക് അയച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ലീവ് എഴുതി കൊടുത്ത് അവൻ ബൈക്കുമായി അഡ്രസ്സുള്ള സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഫലം മറ്റൊന്നായിരുന്നു. അവളുടെ അച്ഛൻ മരിച്ചെന്നും അവളെ ആരോ ദത്തെടുത്തെന്നും നാട്ടിലുള്ള ഒരു വ്യക്തി പറഞ്ഞു. അത് കേട്ടതും അവൻ്റെ ഹൃദയം ഒന്ന് വിങ്ങി. ഇനി എന്തു ചെയ്യും എന്ന ആലോചന അവനെ കൊണ്ടെത്തിച്ചത് ആത്മഹത്യയുടെ വക്കിലായിരുന്നു. അവളെ കാണാതെ ഇനിയും പിടിച്ചു നിൽക്കാൻ തനിക്കാവില്ലെന്ന് അവൻ മനസ്സിലാക്കി കഴിഞ്ഞു. മരണത്തിന് മാത്രമേ തന്നെ ഇനി അവളിൽ നിന്നും മോചിപ്പിക്കാനാവുകയുള്ളൂ എന്നവൻ ഓർത്തു. ലക്ഷ്യബോധമില്ലാതെ അവൻ ബൈക്കെടുത്തു പോയി. എവിടേക്കെന്നില്ലാതെ അവൻ്റെ ബൈക്ക് പാഞ്ഞു. ഇനി എവിടെ ചെന്ന് ഞാൻ അന്വേഷിക്കും അവളെ എന്നോർത്ത് അവൻ്റെ ശരീരം വിറച്ചു. അവളെ ഒന്ന് കണ്ടിരുന്നുവെങ്കിൽ ആരുമില്ലാത്തവൾക്ക് താനൊരു ജീവിതം ഈ നിമിഷം നൽകുമായിരുന്നു. ബൈക്ക് ഓടിക്കുന്നതിനിടയിൽ അവൻ ഓർത്തു. രാത്രിയുടെ മധ്യത്തിൽ അവൻ ബൈക്കിൽ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ബൈക്കിൽ പോകുന്നതിനിടയിൽ അവൻ്റെ കണ്ണുകൾ ബാറിലേക്ക് ചെന്നെത്തി. ബൈക്ക് നിർത്തി അവൻ ബാറിൻ്റെ ഉള്ളിൽ പോയി മദ്യപിച്ചു. മരിക്കണമെന്ന ചിന്ത അവനെ വേട്ടയാടി. ഒടുവിൽ മരിക്കാൻ തന്നെ അവൻ തീരുമാനിച്ചു. അപ്പോഴാണ് അപ്പുവിൻ്റെ കോൾ അവന് വരുന്നത്. അവൻ്റെ കല്യാണമാണെന്ന് അറിഞ്ഞപ്പോൾ തൻ്റെ മരണം അവൻ്റെ കല്യാണത്തിന് ഒരു തടസ്സമാവരുത് എന്നവൻ ചിന്തിച്ചു. അവൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം മരണത്തെ തേടി പോകണം എന്നായിരുന്നു അവന് ഉറപ്പിച്ചിരുന്നത്. പക്ഷേ ബാലസുമാ മന്ദിരത്തിലെത്തിയപ്പോൾ അവിടെ വെച്ച് അവളെ കണ്ടപ്പോൾ അവനെ തന്നെ വിശ്വസിക്കാനായില്ല. ഉണ്ണി കതക് തുറക്ക് എന്നും പറഞ്ഞ് അപ്പു വാതിൽ ശക്തമായി മുട്ടി. അപ്പോഴാണ് ഓർമ്മകളിൽ നിന്ന് ഉണ്ണി പിന്തിരിഞ്ഞത്. അവൻ കണ്ണുകൾ അമർത്തി തോർത്തി കതക് തുറന്നു. എന്താ ഏട്ടാ? അവൻ വാതിൽ തുറന്നുകൊണ്ട് ചോദിച്ചു. നിനക്കിത് എന്താ പറ്റിയത്? അപ്പു അവനെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ്, എനിക്കെന്ത് പറ്റാൻ? ഒന്നുമില്ല ഏട്ടാ. ഞങ്ങളുടെ പഴയ ഉണ്ണിയല്ല നീ ഇപ്പോൾ. നിനക്ക് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട്. എന്തൊരു കോലായത്? അവൻ പറഞ്ഞു. അതെല്ലാം റെഡിയാക്കാം ഏട്ടാ. ഏട്ടൻ ചെല്ല്, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ എന്നും പറഞ്ഞ് അവൻ റൂമിലേക്ക് തിരിഞ്ഞ് വാതിലടച്ചു. അപ്പോൾ എന്തോ മനസ്സിലോർത്ത് അവൻ്റെ മുറിയിലേക്ക് നടന്നു. അവനും നല്ല ക്ഷീണമുണ്ട്. ഒന്ന് കുളിക്കാനായി അവൻ്റെ ശരീരവും വീർപ്പ് മുട്ടുന്നുണ്ട്. അവൻ റൂമിലേക്ക് പോവാൻ നിന്നതും അവൻ പതിയെ താഴേക്ക് നോക്കിയപ്പോൾ ഭക്ഷണം കഴിച്ച മേശ നനഞ്ഞ തുണി കൊണ്ട് അമ്മു വൃത്തിയാക്കുന്നതാണ് അവൻ കണ്ടത്. അവൻ്റെ കൈക്കുമ്പിളിൽ അവളെ കോരിയെടുക്കാൻ കൊതി തോന്നി. അവൻ അവളെ നോക്കി ഒരു ചൂളമടിച്ചു. ശബ്ദം കേട്ട് അവൾ നോക്കിയപ്പോൾ അപ്പുവിനെ കണ്ടു. അവനെ കണ്ടതും അവളുടെ 2 കവിളും ചുവന്ന ആപ്പിൾ പോലെയായി. അവൾ നാണത്താൽ അവനോട് ചിരി തൂകി. ഞാനിപ്പോൾ വരാം എന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ച് അവൻ റൂമിലേക്ക് നടന്നു. റൂമെല്ലാം നല്ല വൃത്തിയായാണ് കിടക്കുന്നത്. അവനുള്ളിൽ ഒരു സന്തോഷം വന്നു. വേഗം കുളിക്കാൻ കയറി. അമ്മുവിനെ കൺകുളിർക്കെ കാണാൻ അവൻ്റെ മിഴികൾ വെമ്പൽ കൊണ്ടു. അവൻ വേഗം കുളിച്ച് ഫ്രഷായി താഴേക്ക് നടന്നു. സുമയും ബാലനും അമ്മുവും തോട്ടത്തിൽ തിരക്കിട്ട പണിയിലാണ്. അവൻ പതിയെ അങ്ങോട്ടേക്ക് ചെന്നു. അവരെല്ലാവരും കൂടെ ചെടികൾക്ക് എല്ലാം വളമിട്ട് കൊടുക്കുകയാണ്. അവനെ കണ്ടതും അമ്മു അവനെ തന്നെ നോക്കി നിന്നു. അത്രയും സുന്ദരനായിരുന്നു അവൻ. മോൻ വന്നോ? ഒന്ന് ഉറങ്ങാമായിരുന്നില്ലേ? സുമ അവനോടായി ചോദിച്ചു. ഉറങ്ങാം. അതിനു മുന്നേ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അത് തരാം എന്നും പറഞ്ഞ് അവൻ അമ്മുവിനെ നോക്കി. അവൾ നാണത്താൽ തല താഴ്ത്തി. അതും പറഞ്ഞ് അവൻ മുകളിലേക്ക് നടന്നു. ശേഷം ഒരു ബാഗ് നിറച്ച് സാധനങ്ങളുമായി അവൻ തിരികെ വന്നു. അയ്യോ, ഉണ്ണിയെ വിളിച്ചില്ല, ഞാൻ അവനെ വിളിച്ച് വരാം എന്നും പറഞ്ഞ് അവൻ വീണ്ടും മുകളിലേക്ക് നടന്നു. ഉണ്ണി,
ഒന്ന് വായോ, ഞാൻ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്, അതെല്ലാവർക്കും പങ്കിട്ട് തരാനാ, കതകിൽ മുട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അപ്പോഴേക്കും ഉണ്ണി കുളിയെല്ലാം കഴിഞ്ഞ് കിടക്കയിൽ വെറുതെ കിടക്കുകയായിരുന്നു. അവൻ പതിയെ കതക് തുറന്നു. ശേഷം അവൻ്റെ കൂടെ താഴേക്ക് ചെന്നു. സുമയും ബാലനും അമ്മുവും കയ്യും കാലും എല്ലാം കഴുകി അകത്തേക്ക് വന്നിരുന്നു. സോഫയ്ക്ക് ചുറ്റും എല്ലാവരും ഇരുന്നു. ഉണ്ണിയുടെ കണ്ണുകൾ അമ്മുവിനെ തീവ്രമായി ഒന്ന് നോക്കി. ആ നോട്ടം ആരും കണ്ടിരുന്നില്ല. അപ്പുവിൻ്റെ കണ്ണുകളും അവളുടെ അടുത്തേക്ക് ഇടവിട്ട് ചെല്ലുന്നുണ്ട്. അവൻ്റെ പ്രണയം നിറഞ്ഞ ആ നോട്ടത്തിൽ അമ്മു അലിഞ്ഞില്ലാതാവുന്നുണ്ട്. ബാലനും സുമയ്ക്കും അപ്പു ഓരോ പെട്ടി വീതം നൽകി. അതിൽ കുറച്ച് സ്വീറ്റ്സും വസ്ത്രങ്ങളുമാണെന്ന് അവൻ കൂട്ടിച്ചേർത്തു. ശേഷം ഉണ്ണിക്ക് നേരെ തിരിഞ്ഞ് അപ്പു അവന് വാച്ചും പെർഫ്യൂമും വിലപിടിപ്പുള്ള പേനയും നൽകി. പിന്നീട് വേഗത്തിൽ അവൻ്റെ മിഴികൾ അമ്മുവിന് നേരെ തിരിഞ്ഞു. ഇത് നിനക്കുള്ളതാ എന്നും പറഞ്ഞ് ഒരു പൊതി അവൾക്ക് നേരെ അവൻ നീട്ടി. ഇതിലെ ഈ ധാവണിക്കാരിക്ക് 3 കൂട്ടം ചുരിദാറും ഒരു സ്കേർട്ടും ടോപ്പുമാണുള്ളത്. നീ ഒന്ന് പോയി ഇതൊക്കെ ഒന്ന് ഇട്ട് വന്നേ. ചെറുപുഞ്ചിരിയോടെ അവനത് പറഞ്ഞു. ഇതൊന്നും ഉണ്ണിക്ക് തീരെ പിടിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ അവൻ്റെ അമർഷം അവൻ ഉള്ളിലൊതുക്കി. അണപൊട്ടി ഒഴുകാൻ മാത്രമുള്ള ദേഷ്യം സങ്കടവും അവൻ്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. അവൻ്റെ വാക്കുകൾ കേട്ട് സുമയും അവളോടതെല്ലാം അണിഞ്ഞു വരാൻ ആവശ്യപ്പെട്ടു. അമ്മു റൂമിലേക്ക് നടന്നു. അല്പസമയത്തിന് ശേഷം അമ്മു ഓരോ വസ്ത്രങ്ങളായി ധരിച്ചു വന്നു. ചുരിദാറിൽ നിന്നെ കാണാൻ അതിമനോഹരമായിട്ടുണ്ട്. അത് പറഞ്ഞത് അപ്പു ആയിരുന്നു. ഉണ്ണിയുടെ സമനില ഓരോ നിമിഷവും തെറ്റിക്കൊണ്ടേയിരുന്നു. ഇരു കൈകളും കൂട്ടി അമർത്തിക്കൊണ്ട് അവൻ്റെ അരിശം അവൻ തീർത്തു. ചുരിദാറിൽ അവളെ കണ്ട ഉണ്ണിയും ഒരു നിമിഷം അവളെ നോക്കി നിന്നുപോയി. അവൻ്റെ കണ്ണുകൾ ആരും അറിയാതെ നിറഞ്ഞിരുന്നു. കൂടെ അവൻ്റെ മനസ്സും. താൻ ആത്മാർത്ഥമായി സ്നേഹിച്ച പെൺകുട്ടി ഇന്ന് സ്വന്തം ഏട്ടൻ്റെ വധുവായി മാറുന്നത് കാണാൻ വിധിക്കപ്പെട്ട അവനെ അവൻ സ്വയം ശപിച്ചു. ഉണ്ണി സാർ, അമ്മുവിന് ധാവണിയേക്കാൾ നല്ലത് ചുരിദാറല്ലേ? അപ്പു ഉണ്ണിയോട് ചോദിച്ചു. അതെ, അവൻ ഒന്ന് തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു. അല്ല അമ്മു, താൻ ഫൈനൽ ഇയർ എക്സാം എഴുതിയിട്ടില്ലല്ലോ? ഉണ്ണി അമ്മുവിനോട് ചോദിച്ചു. ഇല്ലെന്നവൾ തലകുലുക്കിക്കൊണ്ട് പറഞ്ഞു. ആദ്യം മര്യാദയ്ക്ക് പരീക്ഷ എഴുതി പാസ്സാവാൻ നോക്ക്, എന്നിട്ട് മതി കല്യാണമെല്ലാം. അത്രയും പറഞ്ഞ് അവൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കി. ശേഷം ഉണ്ണി ബാലനെയും സുമയെയും അപ്പുവിനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. നല്ല പോലെ പഠിക്കുന്ന കുട്ടിയാണ്, എന്നിട്ടും ഫൈനൽ ഇയർ എക്സാം എഴുതിയിട്ടില്ല. അതിന് കാരണങ്ങളുണ്ടാവാം. പക്ഷേ അപ്പുവേട്ട, അവളോട് പരീക്ഷ എഴുതാൻ പറയണം എന്നും പറഞ്ഞുകൊണ്ട് അവൻ മുകളിലേക്ക് കയറിപ്പോയി. പിറ്റേ ദിവസം രാവിലെ പണികളെല്ലാം അമ്മുവും സുമയും കൂടെ തീർത്തു. അന്ന് ബാലൻ്റെ തറവാട്ടിലേക്ക് എല്ലാവരെയും കാണാൻ പോകാൻ അവർ തീരുമാനിച്ചിരുന്നു. അതുപ്രകാരം എല്ലാവരും ഒരുങ്ങുകയായിരുന്നു. ഞാൻ വരുന്നില്ലമ്മ, ഉണ്ണി പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ പിന്നെ എങ്ങനെ ശരിയാവുക? നീയും കൂടെ പോന്നേ പറ്റൂ. അച്ചമ്മയ്ക്ക് നിന്നെയും അപ്പൂനെയും കാണാൻ കൊതിയുണ്ടെന്ന് ഇന്നലെ വിളിച്ചപ്പോൾ കൂടെ പറഞ്ഞുള്ളൂ. ഉണ്ണിയെ നോക്കി ശാസന പോലെ സുമ പറഞ്ഞു. എനിക്ക് തീരെ വയ്യ, അതുകൊണ്ടാ, അവൻ പറഞ്ഞു നിർത്തി. എന്തൊരു കഷ്ട. കല്യാണത്തിൻ്റെ തിരക്കെല്ലാം തുടങ്ങിയാൽ പിന്നെ തറവാട്ടിൽ പോവാനുള്ള കാര്യം പിന്നോട്ടാവും. അതുകൊണ്ടാണ് ഞാൻ വേഗം അങ്ങോട്ട് പോകാം എന്ന് തീരുമാനിച്ചത്. അത്രയും പറഞ്ഞ് സുമ അകത്തേക്ക് നടന്നു. അതെല്ലാം കേട്ടുകൊണ്ട് അപ്പു ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു. എന്താടാ നീ വരാത്തെ? എനിക്ക് വയ്യേട്ടാ, അത്രയും ദൂരം പോവാൻ. ഓ, ഇതുവരെ നിനക്കാണല്ലോ അവിടെ പോവാൻ ധൃതി ഉണ്ടാവാറ്. ഇന്നിപ്പോൾ എന്താ പറ്റിയേ? അപ്പു അവനെ തീക്ഷ്ണമായി ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഒന്നുമില്ല എന്നും പറഞ്ഞ് അവൻ തിരിയാൻ നിന്നതും എത്ര കാലായി അമ്മമ്മയെയും അമ്മായിയെയും ഒക്കെ കണ്ടിട്ട്. ഒന്ന് വാടാ, അപ്പു അവനോട് കേണു. അവൻ്റെ ജീവൻ്റെ തുടിപ്പാണ് അപ്പു. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നതൊന്നും ഇതുവരെ അവൻ കേൾക്കാതെ ഇരുന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൻ വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ എല്ലാവരും കൂടെ അവിടേക്ക് പുറപ്പെട്ടു. അമ്മു അപ്പു കൊണ്ടുവന്ന ചുരിദാറായിരുന്നു ധരിച്ചിരുന്നത്. അതിൽ അവളെ കണ്ടപ്പോൾ അപ്പുവിന് അവളെ ഒന്ന് ഉമ്മ വയ്ക്കാനാണ് തോന്നിയത്. അതേസമയം ഉണ്ണിയുടെ രക്തം അവൻ പോലും അറിയാതെ കട്ടയായിക്കൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും കാറിൽ കയറി. ഫ്രണ്ട് സീറ്റിൽ അമ്മുവിനെയും അപ്പുവിനെയും ബാലൻ ഇരുത്തി. അപ്പു ആണ് കാർ ഓടിക്കുന്നത്.
പിൻസീറ്റിൽ ഉണ്ണിയും ബാലനും സുമയും ഇരുന്നു. അങ്ങനെ അവരുടെ യാത്ര തറവാട്ടിലേക്ക് പുറപ്പെട്ടു. ഇടയ്ക്കിടെ അപ്പു അമ്മുവിനെ നോക്കുന്നുണ്ട്. അവൾ തിരിച്ചും. ഇതെല്ലാം കാണാൻ ഉള്ള മടി കൊണ്ടാണ് അവൻ വരുന്നില്ല എന്ന് പറഞ്ഞ് പിന്മാറാൻ ശ്രമിച്ചത്. പക്ഷേ അത് സാധിച്ചില്ല. യാത്രക്കിടയിൽ അവരുടെ മിഴികൾ പരസ്പരം കഥകൾ പറഞ്ഞ് മുന്നോട്ട് നീങ്ങി. ഉണ്ണി അവളെ സൈഡ് ഗ്ലാസ്സിലൂടെ നോക്കുന്നുണ്ട്. അവൻ്റെ ഉള്ളിലെ പ്രണയം ഒന്ന് വാടിയിട്ടുണ്ടെങ്കിലും അതിന് തീവ്രത കുറഞ്ഞിട്ടില്ല. ഒടുവിൽ അവർ തറവാട്ടിലെത്തി. അമ്മായിയും അച്ചമ്മയും മക്കളും എല്ലാവരും അവരെ തറവാട്ടിലേക്ക് സ്വീകരിക്കാൻ മുറ്റത്ത് തന്നെ നിൽപ്പുണ്ടായിരുന്നു. എത്തിയ ഉടനെ നന്നാറി വെള്ളം കലക്കി അമ്മായി അവർക്കെല്ലാവർക്കും കൊടുത്തു. അച്ചമ്മയ്ക്കും അമ്മായിക്കും അവരുടെ മക്കൾക്കും അമ്മുവിനെ നന്നായി ബോധിച്ചിരുന്നു. അവരോടെല്ലാം അമ്മു വിനയത്തോടെ പെരുമാറുന്നത് കണ്ട് അപ്പുവിന് ഉള്ളിൽ വല്ലാത്തൊരു ആനന്ദമുണ്ടായി. ശേഷം അപ്പു അമ്മുവിനെയും കൂട്ടി തറവാട് ചുറ്റിക്കാണിക്കാനായി നടന്നു. വലിയ ഇല്ലം പോലുള്ള തറവാട് ഒരു കൂറ്റൻ മല പോലെ പടർന്നു കിടക്കുകയാണ്. അതിനു ചുറ്റും അമ്മുവും അപ്പുവും കൈകോർത്തുകൊണ്ട് നടന്നു. നടന്ന് അവർ കുളക്കടവിലെത്തി. കുളത്തിൽ നിറയെ താമര നിറഞ്ഞു നിൽപ്പുണ്ട്. എനിക്ക് താമര പറിച്ചു തരുമോ അപ്പേട്ടാ? അമ്മു ചോദിച്ചതും നീന്തലറിയാത്ത അപ്പു അതൊന്നും വകവയ്ക്കാതെ കുളത്തിലേക്ക് ഇറങ്ങി. അവൻ്റെ കാൽ വഴുതി അവൻ കുളത്തിലേക്ക് തെന്നി വീണു. അമ്മുവിനും നീന്താൻ അറിയാത്തതുകൊണ്ട് അവളും ഒരു നിമിഷം ആ കാഴ്ച കണ്ട് പകച്ചുപോയി. അവൻ കുളത്തിൽ കയ്യും കാലിട്ട് അടിക്കാൻ തുടങ്ങി. അമ്മു കുളിക്കടവിൽ നിന്ന് അപ്പുറത്തേക്ക് ഓടി. അവിടെയെങ്ങും ആരുമില്ലായിരുന്നു. അവൾക്ക് ശരിക്കും ആ വീട്ടിലേക്കുള്ള വഴി അറിയാത്തതുകൊണ്ട് അവളും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. ഫോണാണെങ്കിൽ രണ്ടുപേരും എടുത്തിട്ടുമില്ല. അങ്ങനെ നിൽക്കുമ്പോഴാണ് അവൾ ഉണ്ണിയെ അവിടെ കാണുന്നത്. അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. സാർ, അപ്പേട്ടൻ അവിടെ കുളത്തിൽ. അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. എന്തുപറ്റി? ഉണ്ണി അവളുടെ പകച്ചു നിൽക്കുന്ന കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. അപ്പേട്ടൻ കുളത്തിൽ മുങ്ങി, ഒന്നി രക്ഷിക്കൂ. അവൾ ഒരു വിധം പറഞ്ഞ് ഒപ്പിച്ച് കുളക്കടവിലേക്ക് ഓടി. ഉണ്ണിയുടെ മുഖത്ത് ഒരു നേരിയ സന്തോഷം വന്നു. അവൻ പോയാ എനിക്ക് അവളെ കിട്ടും എന്നവനോർത്ത് അവൻ്റെ ചുണ്ടിൽ രാക്ഷസ ചിരി വിടർന്നു.